ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കട്ടൻ ചായ 148 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങൾ നൽകുന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും നന്ദി പറയുന്നു. നിങ്ങൾ നൽകിയ സബ്സ്ക്രൈബേഴ്സ് 3798 എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു. All subscribers are welcomed to this program. Let us make a cup of black tea. For that we need the following ingredients: കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. Let us start. നമ്മൾക്ക് ഈ കട്ടൻ ചായ അനത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സർവ്വ സാധന സാമഗ്രികളും ഞാൻ നമ്മുടെ കട്ടിംഗ് ബോർഡിൻ്റെ പുറത്ത് അടുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് വിശദീകരിച്ച് വീണ്ടും ഞാൻ പറയുന്നതായിരിക്കും. ആദ്യമായിട്ട് ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡ് ചായ ഇല ലോങ് ലീഫ് ടീ ആണ്. അതാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ചായയുടെ ഇല നേരിട്ട് ഉണങ്ങിയെടുത്താണ്. ഇത് ഏലക്ക, കറുവാപ്പട്ട അത് മുഴുവനായിട്ട് കാണിക്കുന്നു. അതിനുശേഷം അത് അരിഞ്ഞു വെച്ചത് കാണിക്കുന്നു. ഇത് ഷുഗർ ഫ്രീ സിഗ്നർ, അതായത് പഞ്ചസാര രഹിത മധുരം. അത് നമ്മൾ എടുക്കാനുള്ള പാത്രമാണ് കാണിച്ചത്. ഇത് ഫിൽറ്ററിങ് യൂണിറ്റാണ്. ഇത് ചായ അരിക്കാനുള്ള പാത്രം. ഇതാണ് നമുക്ക് ചായ അരിക്കാനുള്ള വെള്ളം 2 ഗ്ലാസ് ഉള്ളത്. ഇത് ചായ അനത്താനുള്ള പാത്രം. അപ്പോൾ നമുക്ക് അവർക്കങ്ങ് തുടങ്ങിയാണ്. അതിന് വേണ്ടിയിട്ട് ഇൻഡക്ഷൻ കുക്കറിൻ്റെ പുറത്തേക്ക് പാത്രം ചെരുവൻ എടുത്ത് വെച്ചു. അതിലേക്ക് വെള്ളം ഒഴിച്ചു. ഇത് 2 ഗ്ലാസ് ചായ, 2 കപ്പ് വെള്ളം ചായക്ക് ഉള്ള വെള്ളമാണത്. ഹീറ്റർ ഓൺ ചെയ്യുന്നു. ഹീറ്റർ ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ 60 കാണിക്കുന്നത്. അത് 58 വരെ ചൂടാകണം. 58 മീൻസ് 2 മിനിറ്റ് ചൂടാകുമ്പോൾ ഈ വെള്ളം തിളയ്ക്കും. അതാണ് അതിൻ്റെ കണക്ക്. അതിലേക്ക് നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ആ സംഭവങ്ങൾ ഇടുകയാണ്. ഏലക്കായും കറുവാപ്പട്ടയും. അതാണ് നമ്മൾ ഇപ്പോൾ ഇട്ടത്. ഇനി ഇത് തിളയ്ക്കുന്നവരെ നമ്മൾ വർത്തമാനം പറയാം. 2 മിനിറ്റ് നേരം നിങ്ങളോട് സംസാരിക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കർണാടകയിൽ കാണാതെ പോയ അർജുൻ കേരളത്തിൻ്റെ ഒരു വികാരമായിരുന്നു. അർജുന് വേണ്ടി നമ്മളാൽ കഴിയാവുന്ന നമ്മൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ വീഡിയോകളിട്ടു. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ നേരിടുന്ന വൻ പ്രശ്നം വയനാട്ടിലെ ഉരുൾപൊട്ടലാണ്. അതിൽ മരണം സംഭവിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഫാമിലിയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവർക്ക് നമ്മളാൽ കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് സമയമാണ് എടുക്കുമെന്ന് പറഞ്ഞ്. നമ്മൾ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പം ഇപ്പോൾ അവിടെ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വയനാട് അവിടെ രക്ഷാപ്രവർത്തകർ അത് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രവർത്തനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരുടെ പ്രവർത്തനം വിജയകരമായി പര്യവസാനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു നല്ല വഴി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ സബ്സ്ക്രൈബിങ് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഇമോജി ഇട്ടാൽ മതി. ഞാനത് ഉദ്ദേശിക്കുന്നത് പുതിയ വീഡിയോ നിർമ്മാതാക്കളെക്കുറിച്ചാണ്, പുതിയ ചാനലുകാരെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 58 ആയി, റീഡിങ് 58 ആയി. അതായത് 2 മിനിറ്റ് വെള്ളം തിളച്ചു. ഇനി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ വെള്ളത്തിൻ്റെ തിള തന്നു. ഇനി അതിലേക്ക് ചായ ഇല ഇടണം. അതായത് കമ്പനിയുടെ നിയമമാണ്. തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. ഇതിട്ടിട്ട് വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെ 2 മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നു. അതിനുശേഷം അതിന് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കണം. അപ്പോൾ ഫിൽറ്റർ ചെയ്യുന്നതിന് മുമ്പ് ഷുഗർ ഫ്രീ സിഗ്നർ അത് 2 കുഞ്ഞ് സ്പൂണ് 2 സ്പൂൺ ഇടണം. അപ്പോൾ 2 സ്പൂൺ എന്ന് പറയുന്നത് 2 വലിയ സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണ്. ഇത് പഞ്ചസാരയുടെ ദൂഷ്യവശങ്ങളെ എലിമിനേറ്റ് ചെയ്തിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഷുഗർ ഫ്രീ സിഗ്നറാണ്. അപ്പോൾ നമ്മൾ ചായ അരിക്കുകയാണ്. ചായ അരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം, അതായത് അത് ഇപ്പോൾ ഒരു 3 കൈ വേണ്ട സംഭവത്തിനെ നമ്മൾ 2 കൈയിൽ ഒതുക്കുകയാണത്. 1 ക്യാമറ, 1 അരിപ്പ, 1 ചെരുവൻ. അപ്പോൾ അരിപ്പ അവിടെ സെറ്റ് ചെയ്തത് അങ്ങനെ ഒരു സിസ്റ്റം. അതിനെ ഫിൽറ്ററിങ് യൂണിറ്റ് എന്ന് പറഞ്ഞത്.
അപ്പോൾ ഇത് ഇനി ഒന്ന് ഇളക്കിയെടുത്താൽ മതി. കൈകൊണ്ടൊന്ന് ഇളക്കുമ്പം അത് ശരിയായി. ഇപ്പം അതിൻ്റെ മധുരം എല്ലാം അതിൽ ലയിച്ച് ചേർന്നു. സ്പൂണിട്ടും വേണേൽ ഇളക്കാം. അപ്പോൾ അത് കപ്പിലേക്ക് ഒഴിച്ചു. ഈ കപ്പ് നമ്മൾ ചായക്ക് വേണ്ടി മാത്രം, ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം വാങ്ങിയതാണ്. ആദ്യം ഞാൻ ഗ്ലാസ്സിലായിരുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത്രയൊരു കപ്പിനെ കുറിച്ച് ആലോചിച്ചത്. കപ്പ് വാങ്ങി. ഈ കപ്പ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ടേബിളിൽ കൊണ്ട് വയ്ക്കുന്നു. ഇവിടെ നമ്മൾ ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നു. ബൈബിൾ നമ്മൾ വയ്ക്കുന്നു. ബൈബിളിൽ നമുക്ക് വായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല വായിക്കുന്നത്. ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ നടത്തുന്ന പ്രഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മളിതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. അത് യേശയ്യയുടെ പുസ്തകം 57-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനമാണ്. ആ തിരുവചനം ബൈബിളിൽ ഞാനതെടുത്ത് നിങ്ങളെ കാണിക്കുന്നു. അതിനകത്ത് നിന്ന് അത് നമ്മളിങ്ങനെ വായിക്കാനായിട്ട് കാഴ്ചക്കുള്ളൊരു കുറവുണ്ട്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനിപ്പോൾ അത് വായിക്കാം. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഭക്തിയോടുകൂടി കേൾക്കുക. യേശയ്യ അധ്യായം 57 10-ാമത്തെ തിരുവചനം. വഴി നടന്നു നീ തളർന്നു, എങ്കിലും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് നീ പറഞ്ഞില്ല. ശക്തി വീണ്ടെടുത്തതിനാൽ നീ തളർന്നു വീണില്ല. വചനം ഇവിടെ തീർന്നു. കർത്താവെ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.